ഹായ് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു പായസം തയ്യാറാക്കിയാലോ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പായസം കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമ്മുടെ സേമിയ പായസം. അപ്പോൾ ഇന്നത്തെ പായസം അധികം ചിലവില്ലാത്തൊരു പായസമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പായസമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന ശർക്കര പായസം ഉണ്ട്. ചില അമ്പലങ്ങളിൽ നിന്നാണ് ഈ ശർക്കര പായസം കിട്ടുക, എല്ലാ അമ്പലത്തിലും കിട്ടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ചില അമ്പലങ്ങളിൽ നെയ് പായസമായിരിക്കും, കടും പായസമായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള പായസമായിരിക്കുമല്ലോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഈ ഒരു ശർക്കര പായസത്തിന് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ ഇനി വരുന്ന പായസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓണം സ്പെഷ്യലായിട്ട് കുറച്ച് കൂടുതൽ ചിലവുള്ള പായസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ശർക്കര പായസമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശർക്കര പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കപ്പ് ഉണക്കലരി അല്ലെങ്കിൽ ചെറിയ നുറുക്കരി എടുക്കുക. അതിലേക്കായിട്ട് 1.5 കപ്പ് ശർക്കര എടുക്കുക കേട്ടോ. നല്ല മധുരമുള്ള രീതിയിലാണ് ഞാനീ പറയുന്നത്. 1.5 കപ്പ് ശർക്കര, അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി അളവിൽ ശർക്കര എടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഏലക്കപ്പൊടിയും നെയ്യുമാണ്. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാലൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ശർക്കര പായസത്തിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കാറില്ല. ആദ്യം നമുക്ക് ഈ അരി ഒന്ന് വേവിക്കാൻ വെക്കണം. അരി സാധാരണ വേവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് വേണം വേവിക്കാൻ വെക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലല്ല വെക്കുന്നത്, ഒരു പാത്രത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ 1/4 കപ്പ് അരി 1.5 കപ്പിൽ കൂടുതൽ വെള്ളം ചേർത്ത്, ഏകദേശം 2 കപ്പ് തന്നെ കൂട്ടിക്കോളൂ, 2 കപ്പ് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമ്മളൊന്നും ചേർക്കുന്നില്ല. അരി കുക്കായി കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെങ്കിലും ചേർക്കുള്ളൂ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റ് ചെയ്യാതെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ശർക്കര അത്ര നല്ല ശർക്കര ആയിരിക്കണം. കരടും പൊടിയോ ഒന്നുമില്ലാത്ത ശർക്കര ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ശർക്കരയിൽ ചില പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്നും ഉരുക്കി ചേർക്കാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ ഒരു പായസത്തിന് ഒരുപാട് ഇരുണ്ട കളറിലെ ശർക്കര വേണ്ട. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് ശർക്കര മതി കേട്ടോ. ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് പോകണ്ട ശർക്കര. അപ്പോൾ ഈ അരി ഒന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് തന്നെ നമ്മുടെ ശർക്കരയും മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും, അപ്പോഴേ അരി കറക്റ്റായിട്ട് കുക്കാവുള്ളൂ. കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിലാവുമ്പോൾ കുക്കായി കിട്ടും. കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന പായസത്തിൻ്റെ ടേസ്റ്റ് വരില്ല. ശരിക്കും അത് ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉരുളിയിലാണ്. ഓടിൻ്റെ ഉരുളിയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് കറക്റ്റ് ടേസ്റ്റ്. പക്ഷേ ഈ ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ഓടിൻ്റെ ഉരുളിയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ കുക്കറിൽ അരി വേവിക്കുകയാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ ഒരു 3 വിസിൽ വരുമ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പ്രസ്സായി കിട്ടണം. ഇത് കണ്ടോ, ഇതുപോലെ പ്രസ്സായി കിട്ടണം. അതാണ് അരിയുടെ വേവിൻ്റെ കണക്ക്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനി റെഡിയാക്കി വെച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശർക്കര മാത്രമായിട്ട് ചേർക്കാം, പാനിയാക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ശർക്കര പാനിയാക്കിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു 2 കപ്പ് അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ 4-4.5 കപ്പ് വരെ ശർക്കര എടുക്കാം കേട്ടോ. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇത് കണ്ടോ, ഇതൊന്ന് വറ്റി വരുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ അമ്പലത്തിലെ പായസത്തിൻ്റെ, ആ ശർക്കര പായസത്തിൻ്റെ കളറായി വരും. ഇതിനി ഒന്ന് ഈ ശർക്കര പാനിയിൽ കിടന്ന് വറ്റി വരണം. അപ്പോഴാണ് ശർക്കര നമ്മുടെ വെന്ത അരിയിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചു വരിക. ഇനി നമുക്കിതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനുള്ളൂ. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കുടിക്കാൻ പറ്റുന്ന പായസമല്ല, സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന പായസമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചില പായസങ്ങൾ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വലിച്ചു കുടിക്കാൻ പറ്റും. അമ്പലത്തിലെ പാൽപ്പായസം അതുപോലെയാണ്. പക്ഷേ നമ്മുടെ അമ്പലങ്ങളിൽ കിട്ടുന്ന ശർക്കര പായസം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ തന്നെ ഉണ്ടോ, നല്ലൊരു ഭംഗിയുള്ള കളറൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി ശർക്കര ഒന്ന് വറ്റി വരണം, വല്ലാതെ വറ്റി പോകരുത്, അധികം ലൂസും ആവരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നിൽക്കണം നമ്മുടെ ശർക്കര പാനി വറ്റിയിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. ഏലക്ക ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏലക്കപ്പൊടിയാണ് നമുക്ക് ആകെ ഫ്ലേവർ വരുന്നത്. ഇതിൽ വേറെ നമ്മൾ കാഷ്യൂനട്ടോ റൈസിൻസോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പായസത്തിൽ. ആകെ ചേർക്കുന്നത്, അമ്പലങ്ങളിൽ ചേർക്കുന്നത് തുളസിയിലയും ചെത്തിപ്പൂവൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കാം. നമ്മുടെ അരിയിലേക്ക്
ആ ഒരു ശർക്കരയുടെ മധുരം പിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തേങ്ങയിലേക്കും ശർക്കരയുടെ മധുരം പിടിച്ചു വരണം. അപ്പോൾ തേങ്ങ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് വളരെ എളുപ്പമല്ലേ ഈ ഒരു പായസം ഉണ്ടാക്കാൻ. തേങ്ങാപ്പാൽ വേണ്ട, അതുപോലെ തന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അരി വേവുന്നതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. അരിയാണെങ്കിലും വേവാൻ അധികം സമയം എടുക്കില്ല. നമ്മൾ സ്റ്റൗവിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഇല്ലെങ്കിൽ കുറച്ച് സമയം കുക്കറിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അരി വേഗം കുക്കായി കിട്ടും. ഇനി ശർക്കരയും തേങ്ങയും അരിയും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ കുറച്ച് ലൈറ്റായിട്ടുണ്ട് നമ്മുടെ പായസത്തിൻ്റെ കളറ്. ഇനി ഒന്നുകൂടി ഒന്ന് ശർക്കര തിളച്ച് കുറുകി വരുമ്പോൾ കുറച്ചുകൂടി കളറ് മാറും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പായസം ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പായസം എളുപ്പത്തിൽ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ പായസം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഓണം റെസിപ്പീസിന് ആവശ്യമുള്ള പായസങ്ങളുടെ പേരുകളൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ ചെയ്യാത്ത റെസിപ്പികളൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായസങ്ങളുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതിനി ഒന്ന് കുറച്ചുകൂടി വറ്റണം കേട്ടോ. അത് കണ്ടോ, ഇതിപ്പോൾ ഒഴിക്കുമ്പോൾ ഇതുപോലെയാണ് വീഴുന്നത്. ഇതിനും കുറച്ചുകൂടി കട്ടിയാവണം. അപ്പോഴാണ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പായസം കുറുകി വരുന്നതനുസരിച്ച്. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം എന്താ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമ്മളിനി നമ്മുടെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവ് പറയാനൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്താലാണ് പായസം പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള സ്പൂൺ ചെറുതാണ്, നെയ്യുടെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. നെയ്യൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരു തിളക്കമൊക്കെ വരും. അതുപോലെ നല്ലൊരു നെയ്യുടെ ഫ്ലേവറും വരും നമ്മുടെ പായസത്തിന്. ഇനി ഇത് ഒന്ന് കുറുകും വീണ്ടും. അപ്പോൾ നല്ല തിക്കല്ല, കുറച്ച് തിക്കായിട്ടുള്ളൊരു പായസമായിട്ട് വരും. ഇപ്പോൾ ഇതുണ്ടോ, നേരത്തെ ഞാൻ എടുത്ത പാകമല്ല, ഇപ്പോൾ ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ ഈ ഒരു പാകത്തിലാണ് നമുക്ക് അമ്പലത്തിൽ നിന്നുള്ള പായസം കിട്ടുന്നത്. പിന്നെ ചില അമ്പലങ്ങളിൽ നിന്ന് നല്ല കട്ടിയായിട്ടുള്ള പായസവും കിട്ടും കേട്ടോ. ഇത് തന്നെ ഒന്നുകൂടി വറ്റി കുറുകി നല്ല തിക്കാക്കി എടുക്കുന്ന രീതിയിൽ അങ്ങനെ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള പായസവും കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. ഇതിപ്പോൾ സ്പൂണിൽ കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2-3 ചെത്തിപ്പൂവും കൂടി ഇടുന്നുണ്ട്. ചെത്തിപ്പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെത്തിപ്പൂ എന്ന് പറയുന്നത് ഈ ഒരു പൂവിനാണ്. കണ്ടോ, ചില നാടുകളിൽ തെറ്റിപ്പൂ എന്ന് പറയും. എല്ലാ നാട്ടിലും എന്ത് പൂവാണ് പറയാമെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ ചെത്തി എന്നാണ് പറയുക. അപ്പോൾ എൻ്റെ കയ്യിൽ തുളസിയില കിട്ടിയില്ല. തുളസിയില കിട്ടിയിരുന്നെങ്കിൽ 2-3 തുളസിയിലയും അതുപോലെ 2-3 ചെത്തിപ്പൂവൊക്കെ ഇട്ടിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഉദ്ദേശിച്ചത്, അല്ലാതെ നിർബന്ധമില്ല കാര്യമല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കില്ലേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.